ഹായ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ അടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുക്കിയ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം പഞ്ചസാര എടുത്താലും മതി. അപ്പോൾ നമുക്ക് എലികളെയും പല്ലികളെയും പാറ്റ അതിനെയൊക്കെ നമുക്ക് ഒരു സൊല്യൂഷനിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഹാർപ്പിക്ക്, അതേപോലെ തന്നെ ലോഷൻ, പിന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക. അപ്പോൾ ഇത്രയും മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി. ഇപ്പോൾ അതിനായിട്ട് ഞാൻ 2 തട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും 2 തട്ട് നമ്മൾക്ക് കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത 2 തട്ട് എടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു ശർക്കരയുടെ ഉരുക്കിയ ഒരു ശർക്കര ഉണ്ടല്ലോ അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതാകുമ്പോഴത്തേനും നമുക്ക് എവിടെ വേണേലും വെച്ച് കൊടുക്കാം. ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ അടപ്പോടെ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഹാർപ്പിക്കാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര പാനി എടുത്തത്. അതല്ലെങ്കിൽ പഞ്ചസാര ഉരുക്കിയതാണേലും മതി. പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് നമുക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു പരവേശമായിരിക്കും, വെപ്രാളമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു റിസൾട്ട് കിട്ടും. കാരണം ഇത് കഴിച്ചിട്ട് ഈ പരിസരം വിട്ട് തന്നെ പോയിക്കോളും. കാരണം അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് നല്ലൊരു വെപ്രാളമായിരിക്കും. കാരണം ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ, ഹാർപ്പിക്ക്, പിന്നെ ലോഷൻ, ഇതെല്ലാം നല്ലൊരു പവറുള്ള സാധനമാണ്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ കയ്യിലുള്ള ടാബ്ലറ്റ് ഏതാണെങ്കിലും പാരസെറ്റാമോളോ എന്തെങ്കിലുമൊക്കെ ഉള്ള ടാബ്ലറ്റും കൂടി ഇട്ട് കൊടുക്കുക. കാരണം അതിന് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ലോഷനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല മധുരം വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ആ മധുരത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അതങ്ങ് നക്കി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് കിച്ചണിൽ കൊണ്ട് വെച്ച് കൊടുക്കാം. പല്ലികൾക്കൊക്കെ അടിപൊളിയാണ്. ഇതങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തോട്ടേ വരില്ല. അപ്പോൾ ഞാൻ ടാബ്ലറ്റും കൂടെ പൊടിച്ച് ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം. കാരണം എത്രമാത്രം വീട്ടിൽ എലിയും പല്ലിയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുക. അപ്പം ഇത് നമുക്ക് ടാബ്ലറ്റ് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇതേപോലെ പൊടിച്ചിട്ട് കൊടുക്കാം. ഉണ്ടോ? ഇനി നമുക്ക് ഇത് എവിടാന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ മേടിക്കുമ്പം കിട്ടുന്ന സ്പോഞ്ച് കണക്കത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതുള്ളതുകൊണ്ട് എടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം അതിനകത്തോട്ട് അതിൻ്റെ ആ ഒരു നല്ല രീതിയിൽ അതിൻ്റെ ആ നീരെല്ലാം അതിനകത്തോട്ട് പിടിച്ചോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പീസ് നമ്മുടെ കിച്ചണിൽ കബോർഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. ഓരോ കഷ്ണം വെച്ച് കൊടുത്താൽ മതി. കാരണം പല്ലികളൊക്കെ വന്നിട്ട് അതെന്തായാലും നക്കി അതിൻ്റെ അതെല്ലാം, കാരണം അതിനകത്ത് നല്ല രീതിയിൽ അതെല്ലാം കുടിച്ചിരിക്കും. അപ്പോൾ അതെല്ലാം നക്കി കഴിച്ചോളും. പിന്നെ ഈ സ്പോഞ്ച് കഷ്ണങ്ങൾ നമുക്ക് എവിടാന്ന് വെച്ചാൽ ഓരോ പീസായിട്ട് കൊണ്ട് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ട്, കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ വീട്ടിൽ ഏത് സമയത്തും നമുക്ക് ചെയ്യാവുന്ന അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പോയി കാണണം. അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് പല്ലിയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ഓരോ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്വല്പം അത് വന്ന് നക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ പോകുന്നത് ബേക്കിംഗ് പൗഡറും ലോഷനും അതേപോലെ തന്നെ ഹാർപ്പിക്ക് ഇതെല്ലാം പോകുമ്പോൾ തന്നെ അതങ്ങ് ചത്തു പോയിക്കോളും. ഇവിടെ നിന്ന് തന്നെ അത് ഓടിക്കോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ പീസായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മുറ്റത്ത് എലി വരുന്ന സ്ഥലത്ത് നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് വെച്ച് കൊടുക്കാം. അപ്പം പ്രത്യേകിച്ച് എലിയാണേലും പാമ്പാണേലും എന്തിനാണേലും നമുക്ക് വെള്ളം വെച്ച് കൊടുക്കരുത്. മുറ്റത്ത് വെള്ളം വയ്ക്കാനേ പാടില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ചിരട്ടയിലോ പ്ലാസ്റ്റിക് ടിന്നിലൊക്കെ മുറ്റത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് കമഴ്ത്തി കളയുക. അടുത്ത ഒരു സൊല്യൂഷനും കൂടെ ഞാൻ റെഡിയാക്കി കാണിക്കുകയാണ്. അതും വളരെ ഈസിയാണ്. നമ്മൾ പേസ്റ്റും വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറുമാണ് വേണ്ടത്. അപ്പോൾ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പേസ്റ്റ് കവറുകൾ നമ്മൾ കളയുമല്ലോ, പേസ്റ്റിൻ്റെ കവറുകളൊക്കെ കളയുകയാണെങ്കിൽ അതിൽ നിന്നൊരു സ്വല്പം മാത്രം മതി. ഇതിപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ പേസ്റ്റിന് പകരം ഞാൻ അതിൻ്റെ
വേണ്ടി കവർ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് പേസ്റ്റ് കിട്ടും കേട്ടോ. അതിപ്പോൾ റെഡ് കളറായതുകൊണ്ട് അത് ചുമന്ന് തന്നെ ഇരിക്കും. ഇതുപോലെ ആക്കുമ്പം തന്നെ ഉണ്ടാവും നല്ല രീതിയിൽ അതിനകത്ത് നിന്ന് പേസ്റ്റ് കിട്ടും. അപ്പോൾ സൊല്യൂഷൻ ഒരുപാട് വേണമെങ്കിൽ ഇതിനനുസരിച്ച് അളവ് കൂട്ടുക. ഇതിപ്പം വിനാഗിരിയിലാണ്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം, അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പേസ്റ്റ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കവർ എടുത്ത് മാറ്റിക്കളയാം. അപ്പോൾ നമ്മളെന്തായാലും പേസ്റ്റ് തീർന്നിട്ട് അതിൻ്റെ കവറുകൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതുപോലൊരു സൊല്യൂഷൻ അങ്ങ് റെഡിയാക്കി വെച്ചേക്കുക. നമുക്ക് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ കവറുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ റെഡ് കളറിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ പേസ്റ്റിൻ്റെ കളറാണ്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സ്വല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണേ. ബേക്കിംഗ് പൗഡർ മിക്കവരും ചോദിക്കാറുണ്ട്, ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഏതാണേലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ആക്കരുത്, അതിനനുസരിച്ച് വെള്ളമാക്കുക. വിനാഗിരിയൊക്കെ ഒഴിച്ച് കൊടുത്തതിൻ്റെ അനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലിനകത്തോ അതല്ലെങ്കിൽ സാധാ ഒരു കുപ്പി നമ്മുടെ അടപ്പ് ഒരു ഹോളുണ്ടാക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് മുറ്റത്തെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ പാമ്പിൻ്റെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പാമ്പ് ഒന്നും തന്നെ വരില്ല. അതേപോലെ തന്നെ നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് 2-3 ദിവസമൊക്കെ വെച്ചേക്കാനായിട്ട് പറ്റും. പിന്നെ സിങ്കിൽ വാഷ് ബേസിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ പ്രാണികൾ എല്ലാം ചത്തുപോകും. ഇതിപ്പം ഞാൻ നമുക്ക് കിച്ചണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൽ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടയ്ക്കുന്നത് നല്ലതാണ്, തുടച്ച് മാറ്റുക. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നിടത്തും കബോർഡിനകത്തും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ, ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സിങ്കിലും വാഷ് ബേസിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ കാണിച്ച 2 ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.